കാര്യങ്ങളൊന്നും ബാഴ്സലോണയ്ക്ക് അനുകൂലമല്ലായിരുന്നിട്ട് പോലും ചാമ്പ്യൻസ് ലീഗിലെ ആദ്യ മാച്ചിൽ വരവറിയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് കേട്ടോ. ന്യൂ കാസലിനെ അവരുടെ തട്ടകത്തിൽ തന്നെ 2-1 തോൽപ്പിച്ച് എസ്പെഷ്യലി എന്ത് സൈനിങ് ആണ് ബാഴ്സലോണ ഈ സീസണിൽ തുടക്കത്തിൽ നടത്തിയത്, ആ ഓരോ സൈനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലാക്കിയ ഒരു മത്സരം കൂടെയാണെന്നുള്ളതാണ്. സോ വെൽക്കം ടു 80 പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ്. അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ കാര്യത്തിലേക്ക് പോകാം. സോ വെൽക്കം, ദിസ് ഇസ് RJ ആൻഡ് അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മറ്റ് ക്ലബ്ബുകളെല്ലാം വെച്ച് നോക്കുമ്പോൾ ഫിനാൻഷ്യലി ഇപ്പോഴും നല്ല അടിപൊളി സൈനിങ്ങൾ നടത്താൻ പറ്റിയ ഒരു 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 അവസ്ഥയിലൊന്നുമല്ല FC ബാഴ്സലോണ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലൊക്കെ എവിടെയൊക്കെയോ എന്തൊക്കെയോ ഒന്ന് ലാക്കിംഗ് അല്ലേ എന്നിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ചാമ്പ്യൻസ് ലീഗിൽ ന്യൂ കാസിൽ യുണൈറ്റഡുമായിട്ടുള്ള ആദ്യ മത്സരം വരുന്നത്. ആൻഡ് അത് അവരുടെ തട്ടകത്തിലാണ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ സ്റ്റേഡിയം മുഴുവനും അവരുടെ ആരാധകരും അതിൻ്റെ ഒരു ഓളവും കാര്യങ്ങളും ഒക്കെയാണ്. മത്സരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആൻസി ഫ്ലിക്ക് പറഞ്ഞതിലാണെങ്കിലും ഇത് ചാമ്പ്യൻസ് ലീഗ് മത്സരമാണ്. 2 പറയുന്നത് ഇത് ന്യൂ കാസിൽ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടാണ്. ഈ ഓഡിയൻസിന് മുമ്പിൽ കളിച്ച് ജയിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അത് തന്നെയാണ്. പക്ഷേ എന്നിട്ടും ജയം ബാഴ്സലോണയ്ക്കായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഓരോ ഫാൻസും ഇതുവരെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം മാറ്റിക്കൊടുക്കുന്ന ഒരു മത്സരമായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിൻ്റെ എടുത്തു പറയേണ്ട 2-3 പേരുടെ കാര്യം പറയാം. ഒന്ന്, 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ പറയുന്ന പോലെ തന്നെ റാഷ്ഫോർഡ് ഒരു ചാമ്പ്യൻസ് ലീഗ് ഗോൾ അടിക്കുന്നത്. ആ മനുഷ്യനെ എനിക്ക് തോന്നുന്നു ഇന്നലത്തെ മത്സരം കണ്ടിട്ടുള്ള ഓരോ യുണൈറ്റഡ് ഫാൻസിനും സന്തോഷവും സങ്കടവും വന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാര്യം സന്തോഷം വന്നത്, ഹിസ് ഗെറ്റിംഗ് എ ന്യൂ ക്ലബ്, അവിടെ നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നു, യുണൈറ്റഡിൽ ഇരുന്ന് അവൻ്റെ കരിയർ അവസാനിപ്പിക്കേണ്ട ആവശ്യം വന്നില്ലല്ലോ എന്നുള്ളൊരു ചിന്ത. 2, ഈ മുത്തിനെയാണല്ലോ നമ്മൾ വിട്ട് ബാഴ്സയ്ക്ക് ലോണിൽ കൊടുത്തതെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ അവർക്കൊരു വിഷമമുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ബാഴ്സയുടെ കാര്യത്തിലെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിക്കോ വില്യംസിനെ നോക്കി, അത് കഴിഞ്ഞിട്ട് ലൂയിസ് ഡയാസിനെ നോക്കുന്നു, ഇവരെ ആരും കിട്ടുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് എവിടേക്ക് വരുന്നത്, മാർക്കസ് റാഷ്ഫോർഡ് എന്ന് പറയുന്ന ഈ പ്ലെയറിലേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒന്നും കിട്ടാതെ വന്നപ്പോൾ കിട്ടിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയവർക്കൊക്കെ ഇന്നലത്തെ ഒന്നും മിണ്ടാനുണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് കാര്യം. ആദ്യത്തെ ഗോൾ ഒരു ക്ലാസ് ഗോളായിരുന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ഗോള് ബുള്ളറ്റ് ഗോളായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ആ വലയൊക്കെ കുലുക്കി എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ഗോളായിരുന്നു. എൻ്റെ അമ്മ, അത് എന്ത് കിട്ടില്ല സാധനമാണ്. കണ്ടുകൊണ്ടിരുന്നവർ എഴുന്നേറ്റ് നിന്ന് ചാടിയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഒന്ന്, ഈ പറയുന്ന പോലെ തന്നെ റാഷ്ഫോർഡിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാഴ്സലോണയുടെ സൈനിങ്ങുകൾ എത്ര ബെസ്റ്റായിരുന്നു. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റ് വെച്ചിട്ടാണ്. എസ്പെഷ്യലി അവർക്ക് ഫിനാൻഷ്യലി ഒരു ബിഗ് സൈനിങ്ങുകളൊന്നും ചെയ്യാൻ പറ്റാത്ത സമയത്ത് കറക്റ്റായിട്ടുള്ളൊരു സൈനിങ് തന്നെയാണ് അവർ നടത്തിയെന്ന് ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇത് എന്നുള്ളതാണ് അല്ലേ. ഇനി രണ്ടാമത് എനിക്ക് തോന്നിയത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈനിങ്ങുകൾ ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട്, ഇത് ഞാൻ എല്ലാ മാച്ചിലും പറഞ്ഞിട്ടുള്ളതാണ് ജുവാൻ ഗാസിയുടെ പാസുകളായിക്കോട്ടെ, സേവ് ആയിക്കോട്ടെ, പുള്ളി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും പുള്ളിയുടെ ആ ഒരു ഗോൾ കീപ്പർ എന്നുള്ള പൊസിഷനിൽ പുള്ളി നിന്ന് കമാൻഡിങ് ആണ്, പറഞ്ഞ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത് പോലെയും പാസുകളായിക്കോട്ടെ, എല്ലാം കൊണ്ടും എന്തിനാണ് എസ്പെഷ്യലി എസ്പാനിയോൾ എന്ന് പറയുന്ന ഒരു ക്ലബിൽ നിന്നും ഈ പറയുന്ന പ്ലെയറിനെ വാങ്ങിച്ചത് എന്നുള്ളതിന് ഇതിൽ കൂടുതലൊരു എക്സാമ്പിൾ ഇല്ല. പലയിടത്തും പറയുന്നുണ്ട്. ഇനിയിപ്പോൾ ടെർ സ്റ്റേഗൻ എന്ന് പറയുന്ന ആളെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ അത് ജുവാൻ ഗാസിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ബിഗ് മാച്ചുകളിലും ടെർ സ്റ്റേഗൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാറുള്ളതെന്ന് നമുക്കറിയാം. പക്ഷേ ഒരു ബിഗ് മാച്ച് വരുമ്പോൾ എന്താണ് ജുവാൻ ഗാസിയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഓരോ മാച്ച് കഴിയുമ്പോഴും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നുള്ളതാണ്. ഇനി അടുത്തത് 2 പേര് ഒരുമിച്ച് പറയണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെക്കുറിച്ച് പറയരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് ഏറ്റവും വലിയൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പെഡ്രി ആണെങ്കിലും ശരി, നമ്മുടെ ഫ്രാങ്കി ഡിജോങ് ആണെങ്കിലും ശരി, ഇവർ 2 പേരുടെ ഒരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മാച്ചിലും ഒരു എൻജിനാണ് ഇവർ 2 പേരും. ഇവരെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മൊത്തം പറയണം. ഇന്നലത്തെ മത്സരത്തിലാണെന്നുണ്ടെങ്കിലും ബോൾ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലും, പാസ് ചെയ്യുന്ന കാര്യത്തിലും, ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലും, റിക്കവർ ചെയ്യുന്ന കാര്യത്തിലും ഇവർ 2 പേരും എടുത്തിട്ടുള്ള ഒരു എഫേർട്ട് എന്ന് പറയുന്നത് ചില്ലറയൊന്നുമല്ല.
അതുകൊണ്ട് തന്നെ ഇന്നലത്തെ മാച്ച് എനിക്ക് തോന്നുന്നു ഓരോ ബാഴ്സലോണ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വാസ് ലൈക്ക് സൂപ്പർബ്. ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് ദി ബെസ്റ്റ് തുടക്കം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ മാച്ചിൽ തോന്നിയത്? എന്തെങ്കിലും വിയോജിപ്പുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക എന്നും കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ.